നമുക്കൊരു 2 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം. ഓക്കേടാ, ഓക്കെ ഓക്കെ. തിരിച്ച് കേട്ടതാണ്. നമുക്കൊരു 2 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം.
ഹായ് എവരി വൺ. KT MCA കമ്മ്യൂണിറ്റി സംഘടിപ്പിക്കുന്ന ബിയോണ്ട് ക്യാമ്പസ് ഗേറ്റ് എ റോഡ് മാപ്പ് ടു ഓഫ് ക്യാമ്പസ് പ്ലേസ്മെന്റിന്റെ 4ാമത്തെ സെക്ഷനായ ക്രാക്കിംഗ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ പ്ലേസ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനന്തുദേവ്. ഇന്നത്തെ നമ്മുടെ സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് അഖിൽ സാറാണ്. സാറിനെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രോ പറയുകയാണെങ്കിൽ, സാർ ബോത്ത് BTech ആൻഡ് MTech ഹോൾഡറാണ്. പല കോമ്പറ്റേറ്റീവ് എക്സാം ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസിന് സാർ ട്രെയിനിങ് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സാർ വാക്സ് അക്കാഡമിയിലെ CEO കൂടെയാണ്. പേഴ്സണലി സാറിൻ്റെ 2 ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ് സെക്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഈ സെക്ഷൻ കഴിഞ്ഞ് ലാസ്റ്റ് ഒരു 5 മിനിറ്റ് Q&A സെക്ഷൻ കാണും. സോ ഓവർ ടു യു അഖിൽ സാർ. ഓക്കെ, താങ്ക് യു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഒരു ഇന്ററാക്റ്റീവ് സെക്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന പോയിന്റിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ട് ഒന്നുകൂടെ പറയണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ക്ലിയർ ആയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇൻ കോൾ ചാറ്റില്ലേ അതിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിരുന്നാൽ മതി. നമുക്ക് വീണ്ടും പറയാം. അപ്പം ഓൺലൈൻ സെക്ഷൻ ആണ്, അപ്പൊ മാക്സ് ഓൺലൈൻ വല്ലാത്തൊരു ഇതായിരിക്കും. സോ എനിക്ക് എക്സാക്ട്ലി എത്രത്തോളം അത് എഫക്റ്റീവ് ആകുമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റും കൂടെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. മാക്സിമം നിങ്ങൾക്ക് മനസ്സിലായില്ല ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇന്ററാക്റ്റീവ് ആക്കുക. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. ബാക്കിയുള്ളവർ ഓൺ ദ വേയിൽ ജോയിൻ ചെയ്യും. വോയിസ് ക്ലിയർ ആണല്ലോ? വോയിസ് പ്രശ്നമൊന്നും ഇല്ലല്ലോ? വോയിസ് ക്ലിയർ അല്ലേ? യെസ്, ക്ലിയർ ആണ്. ഓക്കെ, സാവിയോ. ഓക്കെ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ? ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തു. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ? യെസ്, സ്ക്രീൻ കാണാം. യെസ്, ആഷിഖ്. ഓക്കെ, സോ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഒന്നുമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. എന്തിനാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്? വൈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്? അതായത് പ്ലേസ്മെന്റുകൾക്കായിക്കോട്ടെ, ഗവൺമെന്റ് ജോബുകൾക്കായിക്കോട്ടെ, ഏതിന് പോയാലും നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും അല്ലെ? എന്തിനാണ് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്? ആർക്കെങ്കിലും അറിയാവോ? എനിബഡി? ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു 4 സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഒന്നാമത്തെ സ്കിൽ എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് തന്നെയാണ്. രണ്ടാമത്തെ സ്കിൽ എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് സ്കിൽ. മൂന്നാമതായിട്ടുള്ളത് നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കില്ലാണ്. ഫൈനലി വരുന്നത് നിങ്ങളുടെ കോൺസെൻട്രേഷനും എല്ലാം. അതിൽ നിങ്ങൾക്കറിയാം, നോർമലി നമ്മളൊരു എക്സാമിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യന്, ഒരു ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു ക്വസ്റ്റ്യന് നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 40 seconds to 1 minute. ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുന്നവർക്കറിയാം, ഇതിൽ ഏകദേശം ഒരു 40ഓളം, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ് കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത്, ഏകദേശം 40ഓളം ടോപ്പിക്കുകൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഏത് ടോപ്പിക്കിൽ നിന്ന് വന്നു എന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടണം. അകത്തുള്ള ഏത് തിയറി യൂസ് ചെയ്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കിട്ടണം. ആ തിയറി യൂസ് ചെയ്ത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം. അപ്പൊ ഈ പറയുന്ന 4 സ്കില്ലുകൾ, ടൈം മാനേജ്മെന്റ്, പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ഒബ്സർവേഷൻ, ദെൻ കോൺസെൻട്രേഷൻ, ഈ 4 സ്കിൽസും ഒരുപോലെ ഉള്ളവരല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളവർക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ മാക്സിമം ക്വസ്റ്റ്യൻസും ഈ 40 seconds to 1 minute ചെയ്യാൻ പറ്റും. മാക്സിമം സ്കോർ മേടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളവർ ലിസ്റ്റിൽ മുകളിലേക്ക് വരും. അപ്പൊ അവരിലെ പിന്നീടുള്ള ബാക്കിയുള്ള പ്രോസസ്സുകൾ ലൈക്ക്
ഇപ്പൊ ക്യാമ്പസ് പ്ലേസ്മെന്റ് ആണെങ്കിൽ ഒരു സെക്കൻഡ് ലെവൽ ഓഫ് സ്ക്രീനിങ് ആണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. പിന്നീടാണ് നോർമൽ പ്രോസസ്സ് തുടങ്ങുന്നത്, ഗ്രൂപ്പ് ഡിസ്കഷനും HR ഇന്റർവ്യൂ ഒക്കെ തുടങ്ങുന്നത്. ഓക്കെ, സോ നമ്മൾ ടൈം മാനേജ്മെന്റ്, പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ഈ പറയുന്ന ഒബ്സർവേഷൻ സ്കില്ല്, കോൺസെൻട്രേഷൻ, ഇത്രയും കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെക്കുക, കുത്തി ചെയ്തത് വർക്കൗട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതിനപ്പുറത്തേക്ക് വേറെ പരിപാടികളൊന്നുമില്ല. ഇനി ടൈപ്പ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിലും നിങ്ങൾക്കറിയാം, അതായത് ബേസിക്കലി ഇപ്പൊ പറയുകയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, റീസണിങ്സ് വരുന്നുണ്ട്, ലാംഗ്വേജ് വരുന്നുണ്ട്, പിന്നെ MBA അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ബിസിനസ് ആപ്റ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ള ഓരോ ഇത് വരുന്നുണ്ട്. അത് നിങ്ങൾ ഏത് എക്സാംസ് ആണോ ഫോളോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് വരും. മോഡ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് 90% ഇപ്പോൾ ഓൺലൈനായിട്ട് തന്നെയാണ്. പിന്നീട് ഒരു വളരെ കുറച്ച് ശതമാനം എക്സാമുകൾ ഓഫ്ലൈനായിട്ട് OMR ഷീറ്റ് വെച്ചിട്ടൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അധികം ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാൻ ശ്രമിക്കുക. വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ശ്രമിക്കുക. നമുക്ക് ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. സോൾവ് ക്ലിയർ ആണല്ലോ? റെഡി ആണല്ലോ? അരുൺ, ആതിര, ഫാത്തിമ, ഗംഗ, അഫ്ന, ഹരികൃഷ്ണൻ, ഹനാൻ, എല്ലാരും ഓക്കെ അല്ലേ? ഷാഫി, ഷെറിൻ, ശ്യാം, ശൈല, ശ്രീലക്ഷ്മി, ശാലിനി, നിജാസ്, നന്ദു, ഓക്കെയാണ്? യെസ്, ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. A car travel from A to B at 60 km/h and B to A at 20 km/h. Find the average speed of that car. A car which travel from A to B at 60 km/h and then it's come back from B to A at 20 km/h. Then find the average speed of that car. പെട്ടെന്ന് കുറച്ച് സമയം, ഒരു മിനിറ്റ് താഴെ സമയം നിങ്ങൾക്ക് തരാം, അത് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള പെട്ടെന്ന് ഒന്ന് നോക്കുക. ഐഡിയ ഉണ്ടോ? ABCD ഇതിൽ ഏതാണെന്ന് പറഞ്ഞാലും മതി കിട്ടുന്നവര്. അറിയാലോ? സി, നോക്കാം. യെസ്, സി, ഡെൽബിൻ മാത്യു. വേറെ രണ്ടുപേരുടെ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. നന്ദു, കീർത്തന, ശശി, ഇങ്ങോട്ട് നോക്ക. ആവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഡിസ്റ്റൻസും
ടൈം ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമുക്ക് എ ടു ബി എടുക്കാം. സോ എ ടു ബി ഉള്ള ഡിസ്റ്റൻസ് ഞാൻ പറയുകയാണ് ഡി എന്ന് എടുത്തോ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും? എയിൽ നിന്ന് ബിയിലേക്ക് ഡി ഡിസ്റ്റൻസ്, തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് ഡി ഡിസ്റ്റൻസ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്താ? അങ്ങോട്ടൊരു ഡി, ഇങ്ങോട്ടൊരു ഡി. ടോട്ടൽ ഡിസ്റ്റൻസ് 2d എന്ന് എടുക്കാം. ഡിവൈഡഡ് ബൈ ടൈം നമുക്ക് അറിയില്ല, പക്ഷെ നമുക്ക് ടൈമിന്റെ ഇക്വേഷൻ അറിയാം. ടൈമിന്റെ ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പൊ അങ്ങോട്ട് ഡി ഡിസ്റ്റൻസ് ആണ്. ഏത് സ്പീഡ് പോയേക്കുന്നത്? 60 കിലോമീറ്ററിൽ. ഇങ്ങോട്ട് അതേ ഡി ഡിസ്റ്റൻസ് ഏത് സ്പീഡിലാണ് വന്നിരിക്കുന്നത്? 20. അപ്പൊ അങ്ങോട്ട് പോകാൻ എടുത്ത ടൈം എന്ന് പറയുന്നത് ഡി ബൈ 60 പ്ലസ് ഇങ്ങോട്ട് വരെ എടുത്ത ടൈമോ ഡി ബൈ 20. സോ നമുക്ക് ഡിസ്റ്റൻസ് ആയി, ടൈം ആയി. സിംപ്ലിഫൈ ചെയ്താൽ പോലെ. ഇപ്പൊ 2d ഡിനോമിനേറ്ററിൽ നിന്ന് കോമൺ ആയിട്ട് ഞാൻ ഡി പുറത്തെടുത്തു കഴിഞ്ഞാൽ 1/60 പ്ലസ് 1/20 വരും. ഇവിടെ ഡിയും ഗെറ്റ് ക്യാൻസൽ, വിച്ച് ഈസ് ഈക്വൽ ടു 2/20 പ്ലസ് 60 ഹോൾ ഡിവൈഡഡ് ബൈ 60 into 20 വരും. അത് നേരെ ന്യൂമറേറ്റർ പോകും. സോ 20 പ്ലസ് 60 എത്ര വരും? 80 വരും. 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 40, 20നെയും 40നെയും വെട്ടിക്കഴിഞ്ഞാൽ 2, 2നെയും 60നെയും വെട്ടിക്കഴിഞ്ഞാൽ 30. സോ ഇവിടുത്തെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ഇറ്റ്സ് ഈക്വൽ ടു 30 km/h. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? നന്ദു, സാൻഡ്ര, ആഷിഖ്. ക്ലിയർ. ഓക്കെ. ഇനി ഇത് എളുപ്പത്തിൽ ചെയ്യാൻ ഒരു പരിപാടി ഉണ്ട്. നോക്കേ, നമ്മളിതാ ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ആവറേജ് സ്പീഡ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെന്ന് മനസ്സിലായില്ലേ? ഡിസ്റ്റൻസ് ക്ലിയർ ചെയ്ത് പോയില്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, അതായത് ഒരു ഈക്വൽ ഡിസ്റ്റൻസ് ടു ഡിഫറെന്റ് സ്പീഡിൽ മൂവ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഇല്ലേ, ഇപ്പൊ എ ടു ബി ഡിസ്റ്റൻസിന് തന്നിരിക്കുന്ന സ്പീഡുകളുടെ LCM ആയിട്ട് അങ്ങ് എടുക്കാം. ഓക്കെ. ഇപ്പൊ ഇവിടെ എത്ര? 60ഉം 20ഉം. സോ 60ന്റെ 20 LCM എത്ര? ഇനി ഐഡിയ. 60ന്റെ 20ന്റെ LCM സാവിയോ? 60ന്റെയും 20ന്റെയും LCM 60 തന്നെ. അപ്പൊ എ ടു ബി ഉള്ള ഡിസ്റ്റൻസ് 60 ആയിട്ട് എടുക്കുക. അപ്പൊ നോക്കിയേ, ടോട്ടൽ ഡിസ്റ്റൻസ് എയിൽ നിന്ന് ബിയിലേക്ക് പോയത് 60, തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് വന്നത് 60. ടോട്ടൽ ഡിസ്റ്റൻസ് എന്താ? അങ്ങോട്ട് 60, ഇങ്ങോട്ട് 60, 120 വരും. ഡിവൈഡഡ് ബൈ അങ്ങോട്ട് 60 കിലോമീറ്റർ ദൂരം 60 km/h വേഗത്തിലാ പോയത്. ടൈം എത്ര ആയിരിക്കും? 60/60 1 മണിക്കൂർ. പ്ലസ് ഇങ്ങോട്ട് സെയിം 60 കിലോമീറ്റർ ദൂരം 20 km/h വേഗത്തിലല്ലേ? ടൈം എത്ര? 60/20 3 മണിക്കൂർ. സോ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 1 + 3 4. സോ ടോട്ടൽ ടൈം 4 hours. ടോട്ടൽ ഡിസ്റ്റൻസ് 120. സോ 120/4 which is equal to 30 km/h. എളുപ്പം, കുറെ കൂടി എളുപ്പമാണ് കാൽക്കുലേഷൻ. അതോടെ നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, ക്ലിയർ ആണോ? കഴിവതും എല്ലാരും യെസ്, എല്ലാരും ഒന്ന് പറയുക പ്ലീസ്. കീർത്തന, യെസ്. അഖിൽ, ശരി. ഇത് ക്ലിയർ ആണ്, നോട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ യെസ്, ഓക്കെ, ഫൈൻ. ഈ കോഴ്സ് പെട്ടെന്ന് ചെയ്തേ, പെട്ടെന്ന്.
പെട്ടെന്ന് പെട്ടെന്ന് ആരും ആദ്യം ഉത്തരം കിട്ടുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരം പറയാൻ നമുക്ക് സമ്മാനം ഉണ്ടായിരിക്കും. ഏറ്റവും ആദ്യം ഏറ്റവും കൂടുതൽ. ഇപ്പൊ നിലവില് സാവിയയും ജാൽബിനുമാണ്. ഓക്കെ, സാവിയ രണ്ടാമത് പറഞ്ഞിട്ടുണ്ട്. ദിവൻ തന്നെ പരിപാടി ഓർഗനൈസ് ചെയ്ത് ദിവൻ തന്നെ സമ്മാനം കൊണ്ടുപോകണോ? സാൻഡ്ര. ബാക്കി ആഫ്ല ഗുഡ്. കയറിയോ? സുറുമി. യെസ്. നമുക്കറിയാം 20ഉം 30ഉമാണ് തന്നിരിക്കുന്ന സ്പീഡുകൾ. സോ 20ന്റെ 30ന്റെ LCM വീണ്ടും നോക്കി കഴിഞ്ഞാൽ 60 തന്നെ വരും. അപ്പൊ അങ്ങോട്ട് 60, ഇങ്ങോട്ട് 60. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 ഡിവൈഡഡ് ബൈ 60/20 പ്ലസ് 60/30. ഇപ്പൊ 120/60/20 എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 30/20 എന്ന് പറയുമ്പോൾ 2, 3, 2, 5. സോ 120/5 വിച്ച് ഈസ് ഈക്വൽ ടു 24 km/h. ഗുഡ്. അല്ലേ? യെസ് അഖിൽ സുറുമി. ഓക്കെ, പാർദോസിലോട്ട് പോവാം. അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റിനോട്ട് പോവാം. ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിനുള്ള പേര് ഇപ്പൊ ഇവരെല്ലാം ആൻസർ തന്നിട്ട് അവരെ വിളിച്ചിട്ട് കാര്യമില്ല. ബാക്കിയുള്ളവര്, ഞാൻ ഇൻകോൾ മെസ്സേജസ് ആണ് നോക്കുന്നത്, അതുകൊണ്ടാണ് ബാക്കിയുള്ളവരിലേക്ക് എത്താത്തത്. സോ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും നോക്കാൻ. A thief noticed by a policeman from a distance of 100 meters. The thief started running and the police chased him. The thief and the police run at the rate of 8 meters per second and 10 meters per second. Then after how many seconds the police catch? പെട്ടെന്ന്. സമയം വേണോ? അതോ ഞാൻ പറഞ്ഞു തന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താൽ മതിയോ? യെസ്. 3 ആയിട്ടുണ്ട് ലിബിൻ. സാവി പോയോ?
പെട്ടെന്ന് അഖിൽ, ബാബു, ഷെറിൻ, ഫഹാന, സുറുമി, സാൻഡ്ര, ഞാൻ ചെയ്യട്ടാ? ഓക്കെ, നോക്ക്. യെസ്, ഇങ്ങോട്ടോ. ഇതിൽ ആക്ച്വലി റിലേറ്റീവ് സ്പീഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ടൈം സ്പീഡ് ഡിസ്റ്റൻസിൽ തന്നെ റിലേറ്റീവ് സ്പീഡിൽ വരുന്ന 2 കേസസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഓബ്ജക്ട്സ് മൂവിങ് ഇൻ ദി സെയിം ഡയറക്ഷൻ. ഓക്കെ, അപ്പോ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് സകിൽ 50, u മൈനസ് v ആയിരിക്കും. സേ u is greater than v. ഓക്കെ, സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഈ 2 ഓബ്ജക്ട്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്തത്. ഇവിടുത്തെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ u പ്ലസ് v ആയിരിക്കും. ഓക്കെ, സോ റിലേറ്റീവ് സ്പീഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോണത്. ഈ ഒരു ഐഡിയ ഓർത്തിരിക്കുക. കേസ് 1, if 2 objects are moving in the same direction, then relative speed is equal to the difference of the speed. And if the 2 objects are moving in opposite direction, then relative speed is the sum of the speed. Okay, ആ 2 പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇവിടെ കള്ളൻ ഓടുന്നു സ്പീഡ് എത്ര? 8 മീറ്റർ പെർ സെക്കൻഡിലാണ്. അതിന്റെ പുറകെ ഒരു 100 മീറ്റർ ബാക്കിലാണ് ആര്? നമ്മുടെ പോലീസ് ഓടുന്നത്. പോലീസ് കള്ളൻ ഒരേ ഡയറക്ഷൻ അല്ലേ? എന്നാലും പോലീസിന് പിടിക്കണ്ടോ? അപ്പൊ നോക്കിയേ, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 100 മീറ്റർ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നോക്കിയേ, ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതാണ്. കൊച്ചു പിള്ളേരൊക്കെ ഇതൊന്നും പറഞ്ഞ് കളിക്കത്തില്ല, സ്റ്റാച്ചു ഗെയിം പറഞ്ഞ് കളിക്കത്തില്ലേ? ദ സെയിം വേ. അപ്പോ ഈ കള്ളൻ ഓടാൻ തുടങ്ങുന്നത് നമ്മുടെ പോലീസ് എന്ത് പറയും? കള്ളനോട് സ്റ്റാച്ചു പറയും. കള്ളൻ അവിടെ നിൽക്കും. പിന്നെ പുള്ളിക്ക് ഓടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പോലീസ് പയ്യെ പോയി കള്ളനെ പിടിക്കും. ഇതാണ് നമ്മുടെ കേസ്. ഇനി സ്റ്റാച്ചു പറഞ്ഞ് കള്ളനെ അവിടെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് പോലീസിന് ഗെയിം ആയതുകൊണ്ട് ഇനി പോലീസിന് 10 മീറ്റർ പെർ സെക്കൻഡിൽ പോകാൻ പറ്റത്തില്ല. പകരം പോലീസിന് എത്രല്ലേ പോകാൻ പറ്റത്തുള്ളൂ? റിലേറ്റീവ് സ്പീഡിലേ പോകാൻ പറ്റത്തുള്ളൂ. പോലീസിന്റെ റിലേറ്റീവ് സ്പീഡ് എത്ര? അഖിലേ പെട്ടെന്ന് പറഞ്ഞേ. സാവിയോ, അഫ്ന, ഷെറിൻ, സാൻഡ്ര, ആരെങ്കിലും പെട്ടെന്ന് പെട്ടെന്നോ? അവൻ ലെഫ്റ്റ് ആയോ? പോലീസ് 10 മീറ്റർ പെർ സെക്കൻഡ്, 2. സോ റിലേറ്റീവ് സ്പീഡ് 2 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് ഉണ്ട്, റിലേറ്റീവ് സ്പീഡ് ഉണ്ട്. ടൈം അല്ലേ കണ്ടുപിടിക്കണ്ടേ? ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് 100 മീറ്റർ ആണ്, സ്പീഡ് 2 ആണ്. സോ 100/2 50 മീറ്റർ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണെങ്കിൽ സുർമി ഒരു ചോദ്യം, സാൻഡ്ര ഒരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ കള്ളനെ പിടിക്കുന്നതിന് മുമ്പായിട്ട് കള്ളൻ എത്ര ദൂരം ഓടിയിട്ടുണ്ടോ? പോലീസ് കള്ളനെ പിടിക്കുന്നതിന് മുമ്പായി എത്ര ദൂരം ഓടിയിട്ടുണ്ടോ? ആകില്ലേ, പറ. യെസ്, എക്സാക്ട്ലി 400. എങ്ങനെ കിട്ടും? നമുക്ക് ഡിസ്റ്റൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? സ്പീഡ് ഇൻറ്റു ടൈം. കള്ളന്റെ സ്പീഡ് എത്ര? 8 മീറ്റർ പെർ സെക്കൻഡ്. ടൈം എത്ര? 50. 8 × 50 ചെയ്താൽ മതി. 400
മീറ്റർ. അതുകൂടെ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോടെ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിനകത്ത് എന്ത് വേണമെങ്കിലും ചോദിക്കാം. കള്ളൻ ഓടിയ ദൂരം ചോദിക്കാം, പോലീസ് ഓടിയ ദൂരം ചോദിക്കാം, ടൈം ചോദിക്കാം. ക്ലിയർ ആണോ? കൺസെപ്റ്റ് വൈസ് ക്ലിയർ ആണോ? യെസ് യെസ്. അപ്പൊ അടുത്ത ദിവസം പെട്ടെന്ന് ഉത്തരം തരാം. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ ആർക്കേലും? ആർക്കേലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ് പ്ലീസ്. ഐഷ ഉണ്ടോ? ഐഷ ഇടയ്ക്ക് പ്ലീസ് ബി ഇന്ററാക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് പോയി. പോയാ അതിനകത്തുണ്ടോ? So I think it's clear, right? അടുത്ത ദിവസം പോട്ടാ. Yeah, fine. So next question ഇതാ. പെട്ടെന്ന് സെയിം കേസ് തന്നെ, ഡിഫറെന്റ് നമ്പർ. A policeman traveling at 75 km/h chases a thief 1500 meters away from him and traveling at 60 km/h. What is the time taken by the policeman to catch the thief? പെട്ടെന്ന്. ഓപ്ഷൻ ബി. നോക്കാം. പെട്ടെന്ന് പെട്ടെന്ന്. എങ്ങനെ? എവിടെ? വാ. സാന്ദ്ര, സുർമി, സാവിയോ. യെസ് യെസ് സാൻഡ്ര. നോക്കാം നോക്കാം. നിജാസ്, നന്ദു, നോക്കാം. ഒന്ന് രണ്ട് മൂന്ന് നാല്, 4 പേര് പറഞ്ഞു. ഒരാളോട് ഉത്തരം 5. ഓക്കെ, നോക്കാം. സോ ടൈം വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നാണ്. ഡിസ്റ്റൻസ് 1500 മീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുമ്പോൾ അഗെയിൻ പോലീസ്മാനും കള്ളനും സെയിം ഡയറക്ഷൻ ആണ്. സോ ഡിഫറൻസ് 15 km/h വരും. The thing is ഡിസ്റ്റൻസ് ഇൻ മീറ്ററിലും സ്പീഡ് കിലോമീറ്ററിലും തന്നിരിക്കുന്നത്. സോ യൂണിറ്റ് ഒരേപോലെ കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ അതിനെ 1.5 കിലോമീറ്റർ എന്നാക്കി. ഇവിടെ 15 km/h എന്നാക്കി. ഇത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് ഇൻ അവറിലായിരിക്കും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1.5 by 15 hour. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഓപ്ഷൻസിലെല്ലാം തന്നിരിക്കുന്നത് മിനിറ്റാ. സോ അവറിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് നമ്മൾ ഒരു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 15 × 6/15 എന്ന് വരും. ഈ 10 കൊണ്ട് 1.5 മൾട്ടിപ്ലൈ ചെയ്താണ് 15 ആൻഡ് 15 ഗെറ്റ് ക്യാൻസൽ. സോ 6 minutes. ഓപ്ഷൻ ഡി. ക്ലിയർ ആണോ?
ഡൽബിൻ മാത്യു എവിടാ തെറ്റിയത് മനസ്സിലാടാ? ഫാസ്റ്റ് ഫോർവേഡിൽ 15 1.5 എടുത്തിട്ട് യെസ് ഫൈൻ. ശ്രദ്ധിച്ചോണം കേട്ടോ, നമ്മള് യൂണിറ്റുകൾ നോക്കത്തില്ല. ബാക്കിയുള്ളവര് ക്ലിയർ ആണോ? സാവിയോ, സുറുമി, അഫ്ന, പേര് വിളിക്കണം എല്ലാരും. ആഷിക, ഓൾ ഐ തിങ്ക് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഫൈൻ. സോ അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒന്ന് വായിച്ചു നോക്കിയേ. A man traveling at a speed of 20 km per hour reached his office 10 minutes late. Next day, he traveled at the speed of 30 km per hour and he reached his office 10 minutes earlier. Then the distance between his office and home. ചെയ്യാൻ പറ്റുമോ? കുറച്ച് ഒരു 30 സെക്കൻഡ് തരാം, ഒന്ന് വായിച്ചു നോക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ? കിട്ടിയോ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എഗെയിൻ നമ്മൾ നേരത്തെ പോലെ എടുത്താൽ മതി. ഓഫീസും ഹോമും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആയിട്ട് എടുത്തോ. സോ യൂഷ്വലി അയാള് വീട്ടിൽ നിന്ന് ഓഫീസ് വരെ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈം ഉണ്ടാവും. ടി എന്നെടുത്തോ, ടി അവേഴ്സ്. അപ്പൊ അന്നേ ദിവസം അയാള് ഫസ്റ്റ് ഡേ 20 km/h വേഗത്തിൽ പോയപ്പോൾ അയാൾ എടുത്ത ടൈം എന്തായിരിക്കും? സാവിയോ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അഖിലെ, ടൈം ഡിസ്റ്റൻസ് ബൈ സ്പീഡ് d/20 വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? അല്ലെ, യൂഷ്വലി എടുക്കുന്ന ടൈം ടി ആണ്, അതിനേക്കാൾ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയില്ലേ? സോ ഒരു 10 മിനിറ്റ് കൂടുതൽ എടുത്തു. ആ മിനിറ്റിനെ അവറിലോട്ട് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ബൈ 60 ചെയ്തേക്കുന്നത്. ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ഡൗട്ട് ഉണ്ടോ ആർക്കേലും? സന്ദ്ര ക്ലിയർ ആണ്, അഖിൽ ക്ലിയർ ആണ്, നന്ദു, നിജാസ്, യെസ്. സോ സെക്കൻഡ് ഡേയിൽ അപ്പൊ അയാള് ട്രാവൽ ചെയ്യുന്ന ടൈം എന്തായിരിക്കും? 20 ആയിരിക്കും. എക്സാക്ട്ലി എനിക്ക് എക്സാക്ട്ലി ഇതിന്റെ ഉത്തരം അറിയില്ല. ആയിരിക്കും അഖിലെ. സെക്കൻഡ് ഡേ എന്തായിരിക്കും? പോയി ചെയ്ത് നോക്കാം. സെക്കൻഡ് ഡേ ട്രാവൽ ചെയ്യുന്ന ടൈം എന്തായിരിക്കും? ഡിസ്റ്റൻസ് മാറുന്നുണ്ടോ വീടും ഓഫീസും തമ്മിൽ? ഇല്ല, ഡി തന്നെ. പക്ഷെ അയാൾ സ്പീഡ് എത്ര ആക്കി? 30 ആക്കി. അപ്പൊ d/30 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? യൂഷ്വലി എടുക്കുന്ന ടൈമിനേക്കാൾ 10 മിനിറ്റ് നേരത്തെ അല്ലെ? അപ്പൊ മൈനസ്. ക്ലിയർ അല്ലേ? ഈ രണ്ട് ഇക്വേഷൻ ക്ലിയർ ആണോ? 1ഉം 2ഉം ക്ലിയർ ആണോ?
We have two variables d and t. നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിൾ എലിമിനേറ്റ് ചെയ്യണം. ഞാൻ t എലിമിനേറ്റ് ചെയ്യോ. സോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2. അപ്പൊ എന്തൊരു d/20 മൈനസ് d/30 is equal to ടീം ക്യാൻസൽ ആവും, ഇത് പ്ലസ് ആവും. 10/60 പ്ലസ് 10/60. ക്ലിയർ അല്ലേ? ഇവിടെ അൺനോൺ എല്ലാം ഉള്ളൂ, ഡി എല്ലാം ഉള്ളൂ. 30 മൈനസ് 20/20 into 30 is equal to 20/60. ഡിക്ക് സോൾവ് ചെയ്തോ. 30 മൈനസ് 20 10. സോ ഡി is equal to 20/60 3 1/3 into 10 20 പെട്ടി കഴിഞ്ഞാൽ 2 2 into 30 വരും. 3 13/10. So d equal to 20. ആടാ 20 kilometer. So distance between his office and home equal to 20 kilometer. So usually നിങ്ങൾ ഒരു 3-4 ഇതേ കണക്കുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തുടങ്ങാൻ പറ്റും. ഈ ഒരു പോയിന്റിൽ നിന്ന് d/20 മൈനസ് d/30 is equal to 10/60 പ്ലസ് 10/60 എന്നുള്ള പോയിന്റിൽ നിന്ന് എഴുതി തുടങ്ങാൻ പറ്റും. അത് കഴിഞ്ഞ് 1 2 3 നാലാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഒരു സ്റ്റെപ്പ് ഒരു 2 seconds or 3 seconds വെച്ചെടുത്താൽ മാക്സിമം 15 seconds. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നിജാസ്? അഖില എങ്ങനെയാണോ ചെയ്തേ? ഇല്ല. ഓക്കെ ഫൈൻ. ഏതാണോ എളുപ്പം ആ രീതിക്ക് ചെയ്ത് പോവാ. ഓപ്ഷൻ എടുത്ത് വേണമെങ്കിലും ചെയ്യാം. ഓപ്ഷൻ എടുത്ത് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം മേ ബി 3 ഓപ്ഷൻ പറഞ്ഞ നൺ ഓഫ് ദിസ് ആണെങ്കിൽ നമ്മൾ ടൈം ചിലപ്പോൾ പോകും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇടുക. പെട്ടെന്ന് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പെട്ടെന്ന് ഏതാ റെഡി? ഫസ്റ്റ് 3 km/h, second 4 km/h. So d/3 minus d/4 is equal to 15 plus 15. ലേറ്റും early അല്ലേ? So 15 plus 15 30/60 1/2. So d b, yeah, 4 minus 3/3 into 4 is equal to 1/2. So d is equal to 1/2 into 3 into 4. Yes. Idea clear അല്ലേ? സാൻഡ്ര, സുർമി നോട്ട് ചെയ്യുന്നുണ്ടോ? നന്ദു, നിജാസ്,
Yes. Yes, 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 clear, clear. Okay, okay. ഇപ്പൊ നോട്ട് ചെയ്തെങ്കിൽ അടുത്ത ക്വസ്റ്റിലോട്ട് പോകണം, അടുത്ത ടൈപ്പ് ഓഫ്. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോടാ. ഓക്കെ ഓക്കെ ചെയ്ത ടൈം ആൻഡ് വർക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. So Jafar can complete a work in 6 days. Sham can complete the same work in 3 days. Then in how many days Jafar and Sham together can complete the work? But efficiency ഒരു ടേം ഉണ്ട്. Yeah. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചെയ്യുന്ന അല്ലെങ്കിൽ യൂണിറ്റ് ടൈമിൽ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ ജാഫർ ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്യുമെങ്കിൽ 6 days. ജാഫർ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്തായിരിക്കും? ജാഫറിന്റെ എഫിഷ്യൻസി അതായത് 1/6 ആയിരിക്കും. അപ്പൊ ജസ്റ്റ് ഓർത്തിരിക്കുക, എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ് അല്ലെങ്കിൽ ടൈമിന്റെ റെസിപ്രോക്കലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്യാം 3 days കൊണ്ടാണ് ചെയ്യുന്നത്. ശ്യാമിന്റെ എഫിഷ്യൻസി എന്തായിരിക്കും? 1/3. യെസ് യെസ് യെസ്. ഇതിപ്പോ ജാഫർ ഒരു ദിവസം ചെയ്യുന്ന ജോലിയുണ്ട്, ശ്യാം ഒരു ദിവസം ചെയ്യുന്ന ജോലിയുണ്ട്. നമുക്ക് എന്ത് ചെയ്താൽ മതി? ജാഫർ ഒരു ദിവസം ചെയ്യുന്ന ജോലിയും ശ്യാം ഒരു ദിവസം ചെയ്യുന്ന ജോലിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ജാഫർ ഒരു ദിവസം ചെയ്യുന്ന ജോലിയും ശ്യാം ഒരു ദിവസം ചെയ്യുന്ന ജോലിയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് അവർ രണ്ടുപേരും കൂടി ഒരു ദിവസം ചെയ്യുന്ന ജോലി ഉണ്ട്. 1/6 + 1/3. LCM 6 ആണ്. 1 + 2 which is equal to 3/6 which is equal to 1/2. സോ രണ്ടിലൊന്ന് ഒരു ദിവസം കൊണ്ട് ചെയ്യുമെങ്കിൽ രണ്ട് ജോലി തീരെ എത്ര സമയം വേണം? Reciprocals of this which is equal which gives 2 days. So ഐഡിയ ക്ലിയർ ആണോ? നമ്പർ ഓഫ് ഡേയ്സ് അല്ലെങ്കിൽ ടൈം പീരീഡിൽ നിന്ന് എഫിഷ്യൻസി കാണുക. രണ്ടുപേരാണെങ്കിലും 3 പേരാണ് അത്രയും. അവരെല്ലാം എഫിഷ്യൻസീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാരും ഒരു ദിവസം ചെയ്യുന്ന, എല്ലാരും കൂടി ചേർന്ന് ഒരു ദിവസം ചെയ്യുന്ന ജോലി കിട്ടും. ആ എഫിഷ്യൻസിയുടെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ് കിട്ടും. സോ സാവിയോ നന്ദു ജൽബി ബാക്കി ഓൾ ക്ലിയർ ആണോ? പറയണോ? yes. Ninjas, Sumi, Sandra, all clear? Yes. സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും നോക്കിയേ. യെസ് നന്ദു, സാന്ദ്ര, സുർമി. യാ so 1/10 plus 1/15.
10 and 15 LCM 30 ആണ്. So 3 plus 2 വരും. അതായത് 10 into 3 ആണ് 30 and 15 into 2 ആണ്, which is equal to 5 by 30, which is equal to 1 by 6. So ഒരു ദിവസം ചെയ്യുന്ന ജോലിയാണ് 1 by 6. Therefore number of days reciprocal 6 days. Clear അല്ലേ ഐഡിയ? ക്ലിയർ ആണ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. ഇത് ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കുറെ കൂടി എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എത്ര പെട്ടെന്ന് പറ. At 6:30, the hour hand and minute hand of a clock form an angle of. C പറയുന്നുണ്ട്. Surmi also 0. Akhil 15 പറയുന്നുണ്ട്. So, yeah, just Savio, yeah. So the equation, clock hour hand minute hand തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ is equal to theta equal to 60h minus 11m whole divided by 2 or less. etc. Hour value which is equal to 6 minus 11 into minute value which is equal to 30 divided by 2. So 360 minus 330 divided by 2 which is equal to 30 by 2 which is equal to 15 degree. Option A. Clear ആണോ? അങ്ങനെയാണെങ്കിലേ ഒമ്പത് 45 പെട്ടെന്ന് ഒന്ന് കണ്ടുപിടിച്ചാൽ 9:45. (9:45) angle 5 ആ. Yeah, 22.5. Right? Theta equal to 60 into 9 minus 11 into 45
ഡിവൈഡഡ് ബൈ 2. ഈ ഒരു നമ്പറിൽ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ട്രിക്ക് അറിയാവോ? 45 into 11. ഓക്കെ, 5 എഴുതുക, 4 എഴുതുക, 5 plus 4 9. ക്ലിയർ? 5 4 5 plus 4 സെൻട്രൽ. 37 into 11. 7 എഴുതുക, 3 എഴുതുക, 3 plus 7 10 ആണ്. അപ്പൊ 0 1 ക്യാരി ചെയ്യാം. അപ്പൊ 3 plus 1 4. 4 not 7. ക്ലിയർ ആണോ? $27 into 11 അപ്പൊ എന്തായിരിക്കും? പെട്ടെന്ന് പറഞ്ഞേ. 7 2 9. അപ്പൊ ആ രീതി ചെയ്താൽ മതി. അപ്പൊ 9 into 654 minus 495 by 2, which is equal to 45 by 2, which is equal to 22.5. ക്ലിയർ? സാവിയ പറഞ്ഞു. ബാക്കി കിട്ടിയോ എല്ലാവർക്കും? അപ്പൊ നോക്കേ, 630യുടെ ആംഗിൾ 15 ആയിരുന്നു. 945ന്റെ ആംഗിൾ 22.5 ആയിരുന്നു. കോമൺ ആയിട്ട് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? ഈ 630 945 എല്ലാം വെച്ചിട്ട് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? സുർമി, ഡൽബിൻ, ഇപ്പൊ ഞാൻ ഇതായിട്ട് പറയുന്നതല്ല. ഇപ്പൊ ഡൽബിൻ ആണെങ്കിലും സുർമി ആണെങ്കിലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ 630യുടെ ആംഗിൾ ചോദിച്ചപ്പോ ഫസ്റ്റ് തന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ 0 ആയിരുന്നു. എന്തുകൊണ്ടാണ് അവര് 0 പറഞ്ഞത്? അവർക്ക് മാത്രമല്ല, ഇതിനകത്തുള്ള ഒട്ടുമിക്ക ആളുകൾക്ക് ആ 0 എന്നൊരു ഉത്തരം വന്നിട്ടുണ്ടാവും. പിന്നെ ഒന്നുകൂടെ ഒക്കെ ചിന്തിച്ച് ഒക്കെ പറഞ്ഞപ്പോഴായിരിക്കും 15 വന്നിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഫസ്റ്റ് 0 വന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ സമയം നോക്കാൻ പഠിച്ചു വെച്ചിരിക്കുന്ന രീതി വെച്ചിട്ട് 6:30 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ വരുന്നത് വലിയ സൂചി 6-ല്, ചെറിയ സൂചി 6-ല് എന്നൊരു ഐഡിയ അല്ലേ? 9:45 നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് വലിയ സൂചി 9-ല്, ചെറിയ സൂചി 9-ല്. ആ ഒരു ഐഡിയ അല്ലേ ഒട്ടുമിക്ക ആളുകളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്? അങ്ങനെ ഒരു ഐഡിയ. നമ്മൾ സമയം നോക്കാൻ പഠിച്ചു വെച്ചിരിക്കുന്ന രീതി വെച്ചിട്ടുള്ള പ്രശ്നം അല്ലേ? സുർമിയാണേലും ജൽബിനാണേലും അതിന്റെ ഒരു ഇത് വെച്ചിട്ടല്ലേ ആദ്യമേ അങ്ങനെ ഒരു ഉത്തരം പറഞ്ഞു. സോ ഇവിടുത്തെ ട്രിക്ക് ഇതാണ്. ഈ പറയുന്നത് അതായത് 630 945 ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ സൂചിയും ചെറിയ സൂചിയും ഒരേ നമ്പറിലേക്ക് വരുന്ന സമയങ്ങളാണ്. അഗെയിൻ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന രീതി വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരേ നമ്പറിലേക്ക് വരുന്ന സമയമാണ് ചോദിക്കുന്നത് എങ്കിൽ, ആംഗിൾ കാണാൻ ചോദിക്കുന്നത് എങ്കിൽ, ഇക്വേഷൻ ഒന്നും ഉപയോഗിച്ച് സമയം കളയണ്ട. തന്നിരിക്കുന്ന മിനിറ്റിന്റെ ഹാഫ് എടുത്താൽ മതി. 30ന്റെ പകുതിയല്ലേ 15, 45ന്റെ പകുതിയല്ലേ 22. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. സോ 3:15 ആംഗിൾ എന്തായിരിക്കും? 3:15 ആംഗിൾ എന്തായിരിക്കും? അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞേ. എന്താണ് ഉത്തരം പറഞ്ഞേ? അത്രേ ഉള്ളൂ.
ചോദിക്കടാ. 8:40 പെട്ടെന്ന് പറ. ആ 8:40 20. അങ്ങനെയാണെങ്കിൽ 12 o'clock. 12 o'clock. സീറോ. ക്ലിയർ അല്ലേ? സോ അതൊന്ന് സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോക്കണേ, ആംഗിൾ കണ്ടുപിടിക്കാൻ ഉള്ള ഒരു പോയിന്റ് ആയിട്ട്. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ പറയാൻ പറ്റും നോക്കാം. How many times do the hands of a clock coincide in a day? Yeah. Yes. So അറിയാത്തവര് ദയവായി നോട്ട് ചെയ്ത് വെക്കുക. കോയിൻസൈഡ് എന്നല്ല, എനി ആംഗിൾ ഇൻ എ ഡേ 22 ടൈംസ് ആണ് കേട്ടോ. 0 ഡിഗ്രി ചോദിച്ചാലും 90 ഡിഗ്രി ചോദിച്ചാലും 180 ഡിഗ്രി ചോദിച്ചാലും 45 ഡിഗ്രി ചോദിച്ചാലും 60 ഡിഗ്രി ചോദിച്ചാലും എല്ലാം 22 ടൈംസ് ഇൻ എ ഡേ. ഓക്കെ അല്ലേ? സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോയിൻസൈഡ് ചെയ്യുക എന്നാണ്. വെൻ ദ ടു ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് കോയിൻസൈഡ്, അവിടുത്തെ ആംഗിൾ എന്തായിരിക്കും? ഇറ്റ്സ് 0 ഡിഗ്രി, റൈറ്റ്? ഇത് അവർ ഹാൻഡ്, അതിന്റെ മേളിൽ മിഡ് ഹാൻഡ് വരുമ്പോഴാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. സോ അവിടുത്തെ ആംഗിൾ 0 ഡിഗ്രിയാണ്. സോ 0 ഡിഗ്രി 22 ടൈംസ്. ഇറ്റ്സ് ക്ലിയർ? ബാക്കിയുള്ളവർ സാവിയോ? Yeah, fine. So അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ക്ലിയർ അല്ലേ? നിജാസ്, സാൻഡ്ര, yes. So അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. How many times in a day the hands of a clock are straight? ട്വന്റി ടു. നിജാസ് എന്ത് പറയുന്നു? സാവി എന്ത് പറയുന്നു? നമുക്ക് 22, സാവി 22. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവിടുത്തെ ഉത്തരം 44 ആണ്. യാ നിജാസ്, എന്തുകൊണ്ടാ സ്ട്രൈറ്റ് എന്ന് പറയുന്നത്? നോക്കിയേ, അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും 180 ഡിഗ്രി വരുമ്പോഴും സ്ട്രൈറ്റ് അല്ലേ? അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും 0 ഡിഗ്രി വരുമ്പോഴും സ്ട്രൈറ്റ് അല്ലേ? സോ 180 22 ടൈംസ്, 0 ഡിഗ്രി 22 ടൈംസ്, ടോട്ടൽ 44 ടൈംസ്. ക്ലിയർ ആണോ? സുറുമി, നന്ദു, സാവിയോ? ഓക്കെ. സോ ആലോചിച്ചോളാം. ഇപ്പൊ നിങ്ങൾ 180 ഡിഗ്രി എന്നായിരുന്നു അവര് ചോദിക്കുന്നതിന് പകരം ചോദിച്ചിരുന്നെങ്കിൽ how many times in a day the hands of a clocks are straight,
ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ എന്ന് ചോദിച്ചെങ്കിൽ അത് 180 ഡിഗ്രി എന്നും ആർ സ്ട്രെയിറ്റ് ബട്ട് ഇൻ ദ സെയിം ഡിറക്ഷൻ എന്ന് ചോദിച്ചെങ്കിൽ അത് 0 ഡിഗ്രി എന്നുള്ള രീതിയിൽ വരും. അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യണം. ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത ചോദ്യം. How many times are the hands of a clock at right angle in a day? 24 times, 44 times, 44 times. Nijas. Savia. Confusion അടിച്ചിരിക്കുന്നു. Ready? ഡിഗ്രി വരുമ്പോ റൈറ്റ് ആംഗിളാ. അതേപോലെ തന്നെ റൈറ്റ് ആംഗിൾ ആണ് 270 ഡിഗ്രി വരുമ്പോൾ. So 270 degree 22 times, 90 22 times, total 44 times. സൂത്രം സി. ക്ലിയർ ആണോ? അപ്പൊ ഈ രീതിക്ക് ചോദ്യം തിരിച്ചും മറിച്ചും കൺഫ്യൂസിങ് ഫാക്ടേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തിയായിരിക്കും ചോദിക്കുന്നത്. സോ കുറച്ച് കെയറോട് കൂടി ക്വസ്റ്റ്യൻസ് വായിക്കണം കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യം. A or B? Okay. ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പില്ല നിന്റെ ഒരു ഇത് വെച്ചിട്ട് ഭാഗ്യം നോക്കാലോ. ബി. യെസ്, ഭാഗ്യമുണ്ട്. സോ മിറർ ഇമേജ് ആണ്. മിറർ ഇമേജ് കാണാൻ ഒരു സമയം തന്നിട്ടുണ്ടെങ്കിൽ മിറർ ഇമേജ് കാണാൻ ഏറ്റവും എളുപ്പമുള്ള പരിപാടി ഒരു പേപ്പർ എടുക്കുക, ആ പേപ്പറിൽ തന്നിരിക്കുന്ന ഇതിൽ സമയത്തിൽ ക്ലോക്ക് വരയ്ക്കുക, അതിന്റെ മിറർ ഇമേജ് എടുക്കുക. ഐ മീൻ പേപ്പർ തിരിച്ചു വെക്കുക. അതാണ് ഏറ്റവും എളുപ്പമുള്ള പരിപാടി. പക്ഷെ റിസ്ക് ഉണ്ട്, ഒരുപാട് റിസ്ക് എലമെന്റ് ഉണ്ട്. കാര്യം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ വലിയ സൂചി ചെറിയ സൂചി ഒരേ നമ്പറൊക്കെ പറഞ്ഞു വരും. അതുകൊണ്ട് ചിലപ്പം തെറ്റാം. അതുകൊണ്ട് മിറർ ഇമേജ് കാണാൻ ഏറ്റവും എളുപ്പമുള്ള പരിപാടി തന്നിരിക്കുന്ന സമയത്തിന്
23 60 നിന്ന് മൈനസ് ചെയ്യും. ഓക്കെ, 23 60 നിന്ന് മൈനസ് ചെയ്യും. 23 60 നിന്ന് 11 20 മൈനസ് ചെയ്താൽ 60 നിന്ന് 20 പോയാൽ 40, 23 നിന്ന് 11 പോയാൽ 12. ഉത്തരം 12 40. ക്ലിയർ ആണോ? കിട്ടാത്തവര്? സാവിയോ, സാൻഡ്ര, നിജാസ്, അല്ലേ? ഇപ്പൊ മിറർ ഇമേജ് കാണാൻ തന്നിരിക്കുന്ന ടൈമിന് 23 60 നിന്ന് മൈനസ് ചെയ്യാം. ഓക്കെ, എന്നാ അടുത്ത ചോദ്യം. പത്തിരുപത്. അന്തോ, സാൻഡ്ര, ഇരുപത്തിമൂന്ന് 60 മൈനസ് 1 40. 60 40 പോയാൽ 20 വരും. 23 1 പോയാൽ 22 വരും. 22 20 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു, അത് റെയിൽവേ ടൈമാണ്, അത് നോർമൽ ടൈമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10-20. ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഏഴ് 16. ഏഴ് 16. 7 16. സാൻഡ്ര, സുറുമി, അതാണ് പോയിന്റ്. യാ സുറുമി, ഇവിടെ എന്താ ചോദ്യം? നന്ദു, സാവ്യ, അഖില, വാട്ടർ ഇമേജ് അല്ലേ? നമ്മൾ നേരത്തെ 2 ക്വസ്റ്റ്യൻ ചെയ്തത് എന്തായിരുന്നു? മിറർ ഇമേജ് അല്ലേ? ഇവിടെ ചോദ്യം മാറി. കണ്ടായിരുന്നോ? ശ്രദ്ധിച്ചായിരുന്നോ? ഇമേജിങ് കണ്ട് 4:44 കണ്ട് ചാടി പിടിച്ച് 23 60 മൈനസ് ചെയ്ത് വരുവാ. വാട്ടർ ഇമേജും മിറർ ഇമേജും സെയിം അല്ല. മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരാളിങ്ങനെ നിൽക്കുകയാണെങ്കിൽ അബൌട്ട് വൈ ആക്സിസ് ഉണ്ടാക്കുന്ന ഇമേജിനെയാണ് നമ്മൾ മിറർ ഇമേജ് എന്ന് പറയുന്നത്. അതിൽ ലെഫ്റ്റ് റൈറ്റ് ചേഞ്ച് ഉണ്ടാവും, ലാറ്ററൽ ഇൻവേർഷൻ. വാട്ടർ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബൌട്ട് എക്സ് ആക്സിസ് ഉണ്ടാക്കുന്ന ഇമേജ് ആണ് വാട്ടർ ഇമേജ്. സോ രണ്ടും ഡിഫറെന്റാ. മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ നമ്മൾ 23 60 മൈനസ് ചെയ്തു.
വാട്ടർ ഇമേജ് കണ്ടുപിടിക്കാൻ 1790 നിന്ന് മൈനസ് ചെയ്യാം. ഓക്കെ, 1790 നിന്ന് എത്ര കിട്ടും? യാ 1790 മൈനസ് 4 44 6 5 13 13 46 13 46 എന്ന് പറഞ്ഞാൽ 1 46. ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? യെസ്. 330 മിറർ ഇമേജ് കണ്ടുപിടിച്ച, ഐ മീൻ മിറർ അല്ല, വാട്ടർ ഇമേജ്. 330 വാട്ടർ ഇമേജ്. യെസ്, 3 o'clock വരും അല്ലേ? അതായത് 1790 3:30 മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് 14:60, അതായത് 2:60, അതായത് 3 മണി എന്ന് കിട്ടും. പക്ഷെ അത് എക്സാക്ട്ലി 3 അല്ല കേട്ടോ. അതായത് 3:30 എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന വെച്ചിട്ട് വലിയ സൂചി 3-നും 4-നും ഇടയിലൊക്കെ ആയിരിക്കും. ബട്ട് നമ്മളുടെ കേസിലേക്ക് വരുമ്പോൾ അതിന്റെ മിറർ ഇമേജ് ഒക്കെ എടുക്കുമ്പോൾ 2-നും 3-നും ഇടയിലൊക്കെ ആയിരിക്കും. 3 o'clock എന്ന് പറഞ്ഞാൽ അവർ ഹാൻഡ് 3-ലും മിനിറ്റ് ഹാൻഡ് 12-ലും ആണ്. പക്ഷെ നമ്മൾ ഇതിന്റെ മിറർ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ 2-നും 3-ക്കും ഇടയിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. സോ അത് ഒരു അപ്രോക്സിമേഷൻ ആണ്. ഈ വാട്ടർ ഇമേജ് എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേറ്റ് ഇമേജിങ് ആണ്. അതിൻ്റെ അത് എക്സാക്ട് വാട്ടർ ഇമേജ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല കേട്ടോ. ആ ഒരു ഐഡിയ ഒന്ന് മൈൻഡ് വെച്ചിരിക്കും. അതിനാണ് ഈ 3 o'clock പറഞ്ഞത്. സോ ക്ലിയർ അല്ലേ? ത്രീ 3 o'clock. ഇനി നിങ്ങൾക്ക് ഒരു ഇതുകൂടെ ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും നോക്കാം. An amount need 5 years to double in simple interest. Then how many years needed to become 3 times? വല്ല ഐഡിയ ഉണ്ടോ? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണല്ലോ ഇക്വേഷൻ അറിയോ? I is equal to PNR divided by 100. Compound interest കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ CI is equal to P into 1 plus R by 100 the whole raised to N
മൈനസ് പി. ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ദെൻ പി എന്താ? നമ്മൾ കടം വാങ്ങിയ അല്ലെങ്കിൽ കടം നൽകിയ തുകയാണ്. ലെറ്റ്സ് സീ now. മീൻസ് n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, r റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, a എമൗണ്ട് ആണ്. എമൗണ്ട് എന്ന് പറഞ്ഞാൽ p പ്ലസ് ഐ ആണ്. ഇനി ഈ ഐ എടുത്തു കഴിഞ്ഞാലാണ് രണ്ട് രീതി കണ്ടുപിടിക്കുന്നത്, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എമൗണ്ടിന്മേൽ കാണുന്ന ഇൻട്രസ്റ്റ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി പ്രിൻസിപ്പൽ എമൗണ്ടിന്മേൽ കാണുന്ന ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്ര ഐഡിയസ് ക്ലിയർ ആണോ? ഇപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ടിന്മേൽ കാണുന്ന ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് എല്ലാ വർഷവും സെയിം ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഞാനൊരു എമൗണ്ട് 100 rupees ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു. അതായത് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റഡ് ഓൺ എമൗണ്ട് ആണ്. അപ്പൊ എമൗണ്ട് ഓരോ വർഷവും കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓരോ വർഷവും കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റഡ് ഓൺ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. അതൊരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ. സോ അതിന്മേൽ കാണുന്ന ഇൻട്രസ്റ്റ് എല്ലാ വർഷവും സെയിം ആയിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സോ നോക്കി ഈ ക്വസ്റ്റ്യനിലേക്ക് വന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ, സോ സെയിം ആയിരിക്കും. അപ്പൊ ഞാൻ 100 rupees ഒരു ബാങ്കിൽ സെയിം ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തു. 5 years കഴിയുമ്പോൾ അത് എന്താകുമെന്നാ ക്വസ്റ്റ്യൻ പറയുന്നത്? ഡബിൾ ആവും അല്ലേ? അപ്പൊ എത്ര രൂപയാവും? 200. അവിടെ ആക്ച്വലി എത്ര രൂപ കൂടി? ഒരു 100 രൂപ കൂടിയില്ലേ? ആ 100 രൂപ എന്താകില്ലേ? ഇൻട്രസ്റ്റ്. സോ ഞാൻ ചോദിക്കട്ടെ, ഞാൻ വീണ്ടും ഒരു 5 വർഷം വെയിറ്റ് ചെയ്താ വീണ്ടും 100 രൂപ കൂടത്തില് സെയിം ടൈം പീരീഡിൽ സെയിം ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അത് എത്ര ആവും? 3000 300 ആത്തില് ആവുമോ? ആവുമോ അല്ലേ? ഇല്ല. കാര്യം ഈ 5 വർഷവും ഇൻട്രസ്റ്റ് കാണുന്നത് 100 രൂപയ്ക്ക് മേൽ തന്നെ, പ്രിൻസിപ്പൽ എമൗണ്ടിന് തന്നെ. 100 രൂപയ്ക്ക് 5 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് 100. അപ്പൊ ഇവിടെ 100 രൂപയ്ക്ക് 5 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് 100 തന്നെ ആയിരിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റ് എല്ലാ വർഷവും സെയിം ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, സോ നോക്കെ 100 രൂപ 3 times ആയില്ലേ? 300 ആയില്ലേ? സോ എത്ര വർഷം കഴിഞ്ഞു? 5 വർഷം പ്ലസ് 5 വർഷം, ടോട്ടൽ 10 years. ക്ലിയർ ആണോ? ക്ലിയർ ആണോ എല്ലാരും? സാൻഡ്ര, നന്ദു, സുമി, സാവിയോ? യെസ്. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തത്.
അഖില് പറഞ്ഞു. നന്ദു പെട്ടെന്ന് പറ. ₹100 7 വർഷം കഴിഞ്ഞപ്പോ 200 ആയി. വീണ്ടും 7 വർഷം കഴിഞ്ഞപ്പോ 300 ആയി. വീണ്ടും 7 വർഷം കഴിഞ്ഞപ്പോ 400 ആയി. ₹100 4 ഇരട്ടി ആയില്ലേ? എത്ര വർഷം കഴിഞ്ഞ്? 7 7 14 7 21 വർഷം. ക്ലിയർ ആണോ? ബാക്കിയുള്ളവര് സാലറി ഒക്കെ പോയാ? ശരി, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മൾ ചെയ്ത ഈ ക്വസ്റ്റ്യൻ എത്ര ആണ്? ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എമൗണ്ടിന് മേല, അതായത് ₹100. 6 വർഷം കൊണ്ട് ഡബിളായി, 200 ആയി. സോ അടുത്തൊരു 6 വർഷം അവിടെ ഇട്ട് കഴിഞ്ഞാൽ എന്താവും? ഇപ്പോഴത്തെ എമൗണ്ട് 200 അത് ഡബിൾ ആവും, ഇപ്പൊ 400 ആവും. ഇനി ഒരു 6 വർഷം കഴിഞ്ഞാൽ അത് വീണ്ടും ഡബിൾ ആയിട്ട് 800 ആവും. സോ എത്ര വർഷങ്ങൾ കഴിയുന്ന വെച്ചാൽ 6 + 6 18 ഇയേഴ്സ് ഉണ്ടാവും. ഓക്കെ, സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഡബിൾ ആയി പോയിക്കൊണ്ടിരിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ എത്ര കൂടും അത്രയും കൂടിക്കൊണ്ടിരിക്കും. സോ ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇത്രേ ഉള്ളൂ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ജോമെട്രിക് പ്രോഗ്രഷൻ. ഓക്കെ, ക്ലിയർ ആണോ? സോ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതിൽ ആ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഐഡിയാസ് ആണ് ഞാൻ ക്ലിയർ ആയിട്ട് തന്നിരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഞാൻ ഇതൊരു PDF ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ ആ PDF നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ത്രൂ സാവിയോ ആരെങ്കിലും ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വേറെ സെക്ഷൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, സോ
ഹോപ്പ്ഫുള്ളി നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 5 പേർക്കകത്താണ് കണ്ടിന്യൂ ആയിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ബാക്കിയുള്ളവർക്ക് ഐ തിങ്ക് മൊത്തത്തിൽ വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. യാ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ സാർ. പറ. നല്ലൊരു സെക്ഷൻ ആയിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ഫ്യൂ മിനിറ്റ്സ് തരാം, സാറിനോട് ചോദിച്ചാൽ മതി. ആർക്കും സംശയം? സോ ദേവ്, സാബിയ, ഞാനേ PDF ഷെയർ ചെയ്യണം. ഓക്കെ സാർ. സോ ആ PDF ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ടോപ്പിക്ക് വീണ്ടും ആർക്കെങ്കിലും വേണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഇൻഫോം ചെയ്താൽ നമുക്ക് ഇതേണ ഒരു സെഷൻ എടുത്തിട്ട് ഇത് ചെയ്ത് കൊടുക്കാം. ഓക്കെ സാർ. ഓക്കെ ഓക്കെ സാർ. ഓക്കെ. സോ ഐ തിങ്ക് ആർക്കും പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഓക്കെ. സോ താങ്ക് യു. താങ്ക് യു സാർ.